എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഭരണി നക്ഷത്രക്കാർക്ക് 2026 ഈ വാർഷിക ഫലം എങ്ങനെയാണെന്ന് നോക്കാം. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഒരു വർഷക്കാലം 2026 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫൂൾ കാർഡാണ്. 8 ഓഫ് കപ്സ്, Page of Pentacles, Knight of Pentacles, Sun card and Queen of Wands energy connections ആണ്. ഈ ഒരു മാസം തീരുമാനങ്ങളുടെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് പൊതുവിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയാണ്. വലിയൊരു മാറ്റത്തിൻ്റെ സമയമാണ്. ഒത്തിരി പ്രധാനപ്പെട്ട ജീവിതത്തിൽ ഈ വരുന്ന വർഷം നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന തീരുമാനങ്ങളാണ്. ഒത്തിരി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ആദ്യം തന്നെ ഫുൾ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പല തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹമുണ്ട്. പലതും ഇന്നൊരു രീതിയിൽ ചെയ്യാനായിരിക്കും നിങ്ങൾക്ക് ആഗ്രഹം. പക്ഷെ അത് ആ ഒരു തീരുമാനം എടുക്കുന്നത് ശരിയാണോ, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ധൈര്യക്കുറവ് നിങ്ങളിൽ കാണിക്കുന്നുണ്ട്, ഒരു വിശ്വാസക്കുറവ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് എന്തോ ഒന്ന് നിങ്ങളെ മുന്നോട്ടേക്ക് പോകുന്നതിൽ നിന്ന് തടയുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഗട്ട് ഫീലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് എന്താണ് നിങ്ങളോട് പറയുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കണം തീരുമാനങ്ങൾ എടുക്കാൻ. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒന്ന് സൂചിപ്പിക്കുന്ന പുതിയൊരു ജീവിതമാണ്, ഒരു ന്യൂ വേ ഓഫ് ലൈഫ്. ചിലപ്പോൾ ഒരു ഫിസിക്കൽ ജേർണി ഇത് സൂചിപ്പിക്കുന്നുണ്ടാവും. മൂവിങ് മറ്റൊരിടത്തേക്കുള്ള മറ്റൊരിടത്തേക്ക് ചേക്കേറി പാർക്കുന്ന ഒരു സാഹചര്യം. ഇമിഗ്രേഷൻ ആവാം സൂചിപ്പിക്കുന്നത്. പുതിയൊരു ജീവിതം തുടങ്ങുന്നപ്പോൾ പുതിയൊരിടത്തേക്കൊരു മാറ്റം. നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്കുള്ള ഒരു ചേക്കേറി പാർക്കുന്നതാവാം, അല്ലെങ്കിൽ അവിടെ തന്നെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തേക്കൊരു മാറ്റം, അത് വീട് മാറ്റം, കുടുംബം മൊത്തത്തിലുള്ളൊരു മാറ്റം, ചിലപ്പോൾ പുതിയൊരു ജോലി ലഭിക്കുന്ന ഒരു ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ പുതിയ ജോലി ലഭിക്കുന്നുണ്ടാവാം നിങ്ങൾക്ക്. ആ ഒരു ജോലി ലഭിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ മറ്റിടത്തേക്ക് ചേക്കേറി പാർക്കുന്ന ഒരു സിറ്റുവേഷനും ആകാം ഇത് സൂചിപ്പിക്കുന്നത്. പുതിയൊരു മാരേജ് സിറ്റുവേഷൻ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മാരീഡ് ആവുന്നുണ്ടോ, മാരേജ് ഡിവോഴ്സ് സിറ്റുവേഷനും ആവാം. കാരണം ചിലപ്പോൾ മാരേജ് കഴിക്കാത്തവരാണെങ്കിൽ മാരേജ്, അതിനുശേഷം നിങ്ങൾ മാരേജിന് ശേഷം മറ്റൊരിടത്തേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് ആയിരിക്കാം. ഇത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പം മാരീഡ് അല്ലാത്ത ഒരാളാണെങ്കിൽ ഇത് മാരേജ് ആവാം. ഓൾറെഡി മാരീഡ് ആയിട്ട് ഡിവോഴ്സിൻ്റെ ഒക്കെ ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ സംഭവിച്ച് മറ്റൊരിടത്തേക്ക് മാറുന്നതാവാം. നോർമലായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് നയിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഡിവോഴ്സിലേക്ക് പോകും എന്നുള്ളതൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 8 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് മുന്നേറാനുള്ളൊരു അവസരമാണ് ഈ ഒരു വർഷം. ഹാവ് നോ ഫിയർ, ഭയപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ടേക്ക് വരുന്നത്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വളരെ ഓപ്പണായിട്ട് സ്വയം വിശ്വസിച്ചിട്ട് കൊണ്ടിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് കൂടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ചിന്തകൾ എന്താണോ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. മറ്റൊരാൾ ആ വഴി അങ്ങനെയാണ് ഇതല്ല എന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ചിട്ടല്ല. കാരണം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. അവർക്കത് അറിയണമെന്നില്ല. അപ്പോൾ ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വിട്ടുകളയേണ്ടുന്ന സമയമായിരിക്കുന്നു. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന്. അതിൽ കുറഞ്ഞതിലൊന്നും നിങ്ങൾ സെറ്റിലാവാതിരിക്കുന്ന ഒരു സമയം എന്ന് പറയാം. അതായത് ആത്മവിശ്വാസം വളരെ കൂടുന്ന ഒരു സമയമാണ്.
ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിൽ നടന്നിട്ടുണ്ടാവില്ല. 2025 പലതും നിങ്ങൾ വിചാരിച്ച രീതിയിൽ നടന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ 2026 കടക്കുമ്പോൾ അങ്ങനെ നടക്കാതെ പോയിട്ടുള്ള ചില കാര്യങ്ങളും അത് എക്സ്പെക്ട് ചെയ്ത പോലെ നടന്നില്ല, അതുകൊണ്ട് ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് വിട്ട് കളയുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് ചിലപ്പോൾ ഡിവോഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ വിചാരിച്ച പോലെ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവാത്തതായിരിക്കാം, വിചാരിച്ച പോലെ ജോലി നടക്കാതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ജോലി വിട്ടിട്ട് ക്വിറ്റ് ചെയ്ത് പുതിയൊരു ജോലി തേടുന്നത്, പുതിയ ഇടം തേടുന്നത്, പുതിയ രാജ്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു എനർജി നിങ്ങൾ സ്വയം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവാണ്. അപ്പോൾ പല കാര്യങ്ങളും വിട്ടിട്ട് പോകുന്ന ഒരു എനർജി ആണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ബന്ധങ്ങളാവാം, ജോലിയാവാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളും ആവാം. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. തീർച്ചയായിട്ടും അഗെയിൻ പുതിയൊരു തുടക്കമാണ് ഇത് സൂചിപ്പിക്കുക. പേജ് ആൻഡ് നൈറ്റ് എനർജീസ് ആണ്. സാമ്പത്തികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, പുതിയൊരു സാമ്പത്തികമായിട്ട് പുതിയ നേട്ടങ്ങളും കാര്യങ്ങളും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി അടുത്തിടയ്ക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് പേജ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻ ഗുഡ് ന്യൂസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. മെറ്റീരിയൽ അബണ്ടൻസ് ആണ്. ഇപ്പോൾ 2025 പൊതുവെ ധനനഷ്ടവും അല്ലെങ്കിൽ ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ സേവിങ്സ് ആണ്. 2026 ഒത്തിരി സമ്പാദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ പൊതുവെ സേവ് ചെയ്യാൻ പഠിക്കുന്നു, ബഡ്ജറ്റ് ചെയ്യുന്നു, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങൾ വളരെയധികം ലക്ഷ്യബോധ്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കുന്നില്ല, എന്ന് വേണ്ടുന്ന കാര്യങ്ങൾ ചിലവാക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വളരെ അംബീഷ്യസ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത് കൂടിയിട്ട് ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പുതിയൊരു ജോലിയാവാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ജോലിയാവാം. അപ്പോൾ ഒരു ഹയർ പൊസിഷൻ, ഒരു മാനേജർ പൊസിഷൻ, അതുപോലത്തെ ഒരു ലെവലിലേക്ക് എത്തുന്നു. അപ്പോൾ നല്ലൊരു ജോലിയും നിങ്ങൾ അതിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ്. ലൈഫ് വളരെയധികം ഒരു പുതിയ ലെവലിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലൈഫ് പേർപ്പസിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും കാണിക്കുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിലും മാറ്റങ്ങൾ, ഇപ്പോൾ ഫാമിലി ലൈഫിൽ ഇപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ജീവിത പങ്കാളികളിലും അവരുടെ ജോലിയിലും ഫിനാൻസിലും മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവരുടെയും ജീവിത സാഹചര്യങ്ങളും ഫിനാൻസ്, ജോലിയൊക്കെ മാറ്റം വരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു വലിയൊരു നേട്ടം സാമ്പത്തികമായിട്ടും ജോലി സംബന്ധമായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും മൊത്തത്തിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ പ്രാക്ടിക്കലും മെറ്റീരിയൽ മൈൻഡഡ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കും. നിങ്ങളൊരു പൊതുവെ ഒരു സെൽഫ് സ്റ്റാർട്ടർ ആയിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കില്ല. അതായത് സ്വയം ഇനിഷ്യേറ്റീവ് എടുത്ത് തീരുമാനമൊന്നും എടുക്കുന്ന ഒരു വ്യക്തി പൊതുവെ അല്ല എങ്കിൽ കൂടിയും ഇപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിത പങ്കാളിയോ സുഹൃത്തുക്കളോ മറ്റാരെങ്കിലും ഒക്കെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് സ്വയം അങ്ങ് തുടങ്ങാൻ, ഇപ്പോൾ നമ്മൾ പറയാം ഹനുമാൻ സ്വാമിയെ പോലെയാണ്, ഒറ്റയ്ക്ക് പെട്ടെന്ന് അങ്ങ് തുടങ്ങില്ല. കൂടെ ആളുകൾ നിന്ന് പറയണം ഇത്രയ്ക്കൊക്കെ ചെയ്യാനുള്ള കഴിവ് നിനക്കുണ്ട് എന്ന്, അങ്ങനെയുള്ള ആളുകൾ പുറകെ നിന്ന് ഒന്ന് ഉന്തി തള്ളി കൊടുത്താൽ മാത്രമാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതുപോലുള്ള ആളുകൾ നിങ്ങൾക്ക് ചുറ്റുവട്ടം ഉണ്ടാകുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ജോലിയിലായിക്കൊള്ളട്ടെ, സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ, ഫിനാൻസും വർക്ക് റിലേറ്റഡുമായിട്ട് ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. മണി, പൊസിഷൻ, സെക്യൂരിറ്റി, അതേപോലെ വളരെ നല്ല ജോലി, ഇപ്പോൾ ഉള്ളതിനേക്കാൾ മികച്ച ജോലിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതൊക്കെ ഒത്തിരി തൃപ്തികരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. പൊതുവേ നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടുന്ന സമയം കൂടിയിട്ടാണ്. സൺ കാർഡാണ്. ഒത്തിരി അധികം കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഒരു ഫീൽ ഗുഡായിരിക്കും നിങ്ങൾ. കാരണം നിങ്ങളെ കൊണ്ടത് പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വളരെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. പുതിയ ജോലി, പുതിയ വീടൊക്കെ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ വീടൊന്ന് റീമോഡൽ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, റിനോവേഷൻസ് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഫാമിലി ലൈഫിലും ഒത്തിരി സന്തോഷം തരുന്ന കാര്യമാണ്. ഫാമിലിയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നു. മക്കൾ, അച്ഛനമ്മമാർ, ജീവിത പങ്കാളിയോടൊത്തൊക്കെ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. ഒത്തിരി യാത്രകൾ പോകുന്നുണ്ട്, ഒത്തിരി സേവ് ചെയ്യുന്നുണ്ട്, സ്വയം ഒത്തിരി വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്യൂനോഫോൺസ് എനർജിയാണ്. ഫെയിം ആൻഡ് മണി ആൻഡ് ഫെയിം ആണ്. അപ്പോൾ ഒത്തിരി നേട്ടങ്ങൾ സാമ്പത്തികവും ജോലിയൊക്കെ കാണിക്കുന്നതോടൊപ്പം തന്നെ പ്രശസ്തരാവുന്ന ഒരു എനർജിയാണ്. പേരും പെരുമയും എന്നുള്ളൊരു, ഇപ്പോൾ നിങ്ങളൊരു സാധാരണ ജോലിയിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ
അങ്ങനെ അറിയപ്പെടാനുള്ള സാധ്യതകളൊന്നുമുള്ളൊരു ജോലി അല്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആളുകൾ 4 പേരെ അറിയുന്നു എന്നുള്ളൊരു ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. ഇപ്പോൾ സോഷ്യലി പവർഫുൾ, പൊളിറ്റിക്സിൽ പവർഫുൾ ആയിട്ടുള്ളൊരു പൊസിഷൻ, അല്ലെങ്കിൽ അങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ആളുകളുടെ സൗഹൃദങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നല്ല നല്ല സൗഹൃദങ്ങളും കാര്യങ്ങളൊക്കെ ചുറ്റിനും ഉണ്ടാകുന്നു എന്നുള്ളത് ഒത്തിരി തൃപ്തി തരുന്ന കാര്യമാണ്. പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാം കഴിഞ്ഞു, ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് 4 പേരെ അറിയുന്ന ഒരു ലെവലിലേക്ക് വരുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് പലതും നിങ്ങൾ അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.